ഹലോ, നിങ്ങളെ ഒരു ചുരുണ്ട മുടിയുള്ള ആളാണോ? അതോ നിങ്ങൾക്ക് ചുരുണ്ട മുടിയുള്ള ഒരു ഫ്രണ്ട് ഉണ്ടോ? എങ്കിൽ ഉറപ്പായിട്ട് ഒരു 2 മിനിറ്റ് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് പോകണം കേട്ടോ. അതായത് നമ്മളിപ്പോൾ കുറച്ച് വിവരവും ബോധമൊക്കെ വെച്ചതുകൊണ്ട് ഈ ബോഡിയെയും അതേപോലെ നിറത്തെയും ഒക്കെ നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ചുരുണ്ട മുടിക്കാരുടെ പ്രശ്നം കൂടി ഒന്ന് നോർമലൈസ് ചെയ്യണം. അതായത് കുഞ്ഞുനാൾ തൊട്ട് കേട്ടുവരുന്ന ചില കാര്യങ്ങളുണ്ട്. നൂഡിൽസ് തിളച്ചി, ചപ്രത്തലച്ചി, ചുരുളി. അയ്യോ, ഇതിൻ്റെ ഇടയിൽ ഒരു കിളി കൂടി വെച്ചാൽ പോലും അറിയില്ലല്ലോ. ഇതിലെങ്ങനെ കൈയൊക്കെ ഉള്ളിപ്പോയാൽ എടുക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെയുള്ളൊരു 100 കൂട്ടം ചോദ്യങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. ജീവിതകാലം മുഴുവൻ നിൽക്കുന്ന ഒരു ഇൻസെക്യൂരിറ്റി. അയ്യോ, ഞങ്ങളുടെ മുടി ഇങ്ങനെ ആയിപ്പോയല്ലോ, ഇതിൽ ഞങ്ങൾ എന്ത് സ്റ്റൈൽ ചെയ്യാനാ, എന്ത് ഫാഷനിൽ കെട്ടാനാ? ഈ 10-27 വയസ്സിൻ്റെ ഇടയ്ക്ക് എനിക്ക് ആകെപ്പാടെ 3 ഹെയർ സ്റ്റൈലേ അറിയുള്ളൂ. ഒന്ന് ഇതിനെ വാരിക്കെട്ടി വെക്കുക, ഒന്ന് പിന്നിടുക, അതും അല്ലെങ്കിൽ ഒരു കുളിപ്പിന്നൽ. വേറൊന്നും ഞാൻ പരീക്ഷിച്ചിട്ടില്ല. കാരണം എൻ്റെ ഉള്ളിലുണ്ടായ ഇൻസെക്യൂരിറ്റിയാണ്. എനിക്കിതൊക്കെ ചേരുമോ, എൻ്റെ മുടി ഇങ്ങനെയല്ലേ, അങ്ങനെ ഒരു തോന്നൽ. ഇതൊക്കെ പോട്ടെ എന്ന് വെക്കാം. നമ്മൾ ഭയങ്കര ആഗ്രഹമായിട്ട് ഏതെങ്കിലും ബ്യൂട്ടി പാർലറിൽ പോയിട്ട് സ്റ്റെപ്പ് കട്ട് ചെയ്യണം, ഫെദർ കട്ട് ചെയ്യണം എന്നൊക്കെ പറയുമ്പം അവിടുത്തെ ചേച്ചി, അയ്യോ ഈ മുടിയിലെ ഈ സ്റ്റെപ്പ് കട്ടൊന്നും ചെയ്താൽ തിരിച്ചറിയാൻ പറ്റില്ല എന്നേ, നമുക്ക് യോ അടിക്കാമെന്ന്. എന്ത് കാര്യമെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ തല, എൻ്റെ മുടി, അവർ പറയുകയാണ് സ്റ്റെപ്പ് കട്ട് എനിക്ക് ചേരില്ല എന്ന്. പിന്നെ പറയണോ? അതുകൊണ്ട് പ്ലീസ് ഈ സംഭവം കൂടി ഒന്ന് നോർമലൈസ് ചെയ്ത് തരണം. ഇത് ഞങ്ങളുടെ കുറ്റമല്ല, ഇതിങ്ങനെ ആയിപ്പോയി, ഞങ്ങൾക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ കളിയാക്കുന്നൊരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കളിയാക്കുന്നത് ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിർത്തുക. ഓക്കെ, ഞങ്ങളുടെ ഈ പ്രശ്നം കൂടി ഒന്ന് നോർമലൈസ് ആക്കി തരണം കേട്ടോ. പിന്നെ എൻ്റെ ചുരുണ്ട മുടിയുള്ള സുന്ദരികളായ പെൺകുട്ടികളോടും ആൺകുട്ടികളോടും ഞാനൊരു കാര്യം പറയുകയാണ്. കുഞ്ഞുനാൾ തൊട്ട് എൻ്റെ അമ്മയോട് ചോദിച്ചാൽ മതി. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് പഠിക്കുക, 10 കാശ് സമ്പാദിക്കുക, തലയിൽ പോയിട്ട് സ്ട്രെയിറ്റനിങ് ചെയ്യുക, അല്ലെങ്കിൽ സ്മൂത്തനിങ്, ബോട്ടോക്സ് എന്തെങ്കിലും ചെയ്യണം. അതായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ദൈവം സഹായിച്ച് പഠിച്ചു, ജോലി കിട്ടി, 10 കാശ് സമ്പാദിക്കാനും തുടങ്ങി. ഇപ്പോൾ എനിക്ക് എൻ്റെ തലയിൽ ഒന്നും ചെയ്യേണ്ട, ബിക്കോസ് ഐ സ്റ്റാർട്ടഡ് ലവിങ് ദിസ് ചുരുളി. അതുകൊണ്ട് നമ്മൾ ഭയങ്കര സുന്ദരികളും സുന്ദരന്മാരുമാണ്. നമ്മുടെ ഈ മുടിയാണ് നമ്മുടെ ഐശ്വര്യം. അതുകൊണ്ട് അതിനെ അങ്ങോട്ട് സ്നേഹിക്കുക. ആരൊക്കെ കുറ്റം പറഞ്ഞാലും നമ്മളിതിനെ സ്നേഹിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിനോടൊരു ഒബ്സഷനൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ ഈ സംഭവം കുറച്ച് നോർമലൈസ് ചെയ്യുക. അങ്ങനത്തെ ഇൻസെക്യൂരിറ്റി ആരുടെ മനസ്സിലും ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. പിന്നെ ഇതിൻ്റെ ഇൻസെക്യൂരിറ്റി നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ പോവാൻ പറ, അത്രയേ ഉള്ളൂ. അപ്പോഴേ ഞാൻ പോയിട്ട് ഇതിൻ്റെ ചെടകളേട്ടെ. എന്നാൽ ശരി, ബൈ.